അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 12ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിയുടെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരും പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തണുത്ത പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അദർ സുസാനി അഷർ 12ാമത്തെ പാഠം ഫിൽ മത്അം. ഈ പാഠത്തിൽ നമ്മൾ ഒരു സംഭാഷണമാണ് പഠിക്കുന്നത്. ആ സംഭാഷണം അറബിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ സംഭാഷണത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് ഈ പാഠത്തിലെ തദ്രീബാത്ത് നോക്കാം. അപ്പൊ നോക്കൂ. യൂനുസ്: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫരീദ്: വഅലൈക്കും അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൂനുസ്: ഹയ്യാ നദ്ഹബ് ഇലൽ മത്അം. വരൂ, നമുക്ക് റെസ്റ്റോറന്റിലേക്ക് പോകാം. ഫരീദ്: ഇല അയ്യി മത്അം. ഏത് റെസ്റ്റോറന്റിലേക്ക്? യൂനുസ്: മത്അമുൽ ഖലീജ്. ഖലീജ് റെസ്റ്റോറന്റ്. യൂനുസ്: മാദാ തുഫദ്ദിലു ഫിൽ അശാ. രാത്രി ഭക്ഷണം നീ എന്താണ് ഇഷ്ടപ്പെടുന്നത്? ഫരീദ്: ഉഫദ്ദിലുൽ ഖുബ്സ വൽ ലഹം. ഞാൻ ബ്രെഡും മാംസവും ഇഷ്ടപ്പെടുന്നു. യൂനുസ്: അന ഉഫദ്ദിലുൽ ഖുബ്സ വസ്സമക്. എനിക്ക് ബ്രെഡും മത്സ്യവുമാണ് ഇഷ്ടം. വമാദാ തതനാവലു ഫിൽ ഗദാ. ഉച്ചഭക്ഷണം എന്താ കഴിക്കാറുള്ളത്? ഫരീദ്: അതനാവലുൽ അറുസ്സ വസ്സമക്. ഞാൻ ഊണും മത്സ്യവും കഴിക്കും. യൂനുസ്: അതനാവലുൽ അറുസ്സ വൽ ഖുലാറ. ഞാൻ ഊണും പച്ചക്കറിയും കഴിക്കുന്നു. വകൈഫ ഫതൂറുക. നിന്റെ പ്രഭാത ഭക്ഷണം എങ്ങനെയാണ്? ഫരീദ്: ഫതൂരി യതകവ്വനു മിനശ്ശാഇ ബിൽ ഹലീബി വൽ ഖുബ്സി വൽ അസൽ. പ്രഭാത ഭക്ഷണം പാൽ ചായയും പിന്നെ ബ്രെഡും തേനും. വമാ ഫതൂറുക അൻത. നിന്റെ പ്രഭാത ഭക്ഷണം എന്താണ്? യൂനുസ്: ഫതൂരിൽ കഹ്വതു വൽ ഖുബ്സു വൽ മുറബ്ബ വൽ ബൈള്. എന്റെ പ്രഭാത ഭക്ഷണം കാപ്പിയും ബ്രെഡും ജാമും മുട്ടയുമാണ്. ഫരീദ്: സലാസു വജബാത്തിൻ ഫാഖിറ. മാഷാ അല്ലാഹ്. 3 മുന്തിയ ഭക്ഷണങ്ങളാണല്ലോ. മാഷാ അല്ലാഹ്. യൂനുസ്: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫരീദ്: വഅലൈക്കും അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാർക്ക് ഈ സംഭാഷണത്തിന്റെ അർത്ഥം മനസ്സിലായില്ലേ? നമുക്കിനി ഈ പാഠത്തിലെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാം. ഖുബ്സ് ബ്രെഡ്, ഫതൂർ പ്രാതൽ, ഹയ്യാ വരൂ, അറുസ് ഊണ്, ഷായുൻ ചായ, ഖഹ്വ കാപ്പി, മുറബ്ബ ജാം, ബൈള് മുട്ട, ലഹമുൻ മാംസം, തനാവല കഴിച്ചോ, സമക്കുൻ മത്സ്യം, ഫല്ലല ഇഷ്ടപ്പെട്ടു, വജ്ബ ഭക്ഷണം, ഫാഖിറ മുന്തിയ, ഖുലാർ പച്ചക്കറി, മത്അം റെസ്റ്റോറന്റ്, അഷാ രാത്രി ഭക്ഷണം, അസൽ തേൻ. മാഷാ അല്ലാഹ് അതിശയ പ്രകടനം. ഉഫല്ലിലു ഞാൻ ഇഷ്ടപ്പെടുന്നു. ഗസാ ഉച്ചഭക്ഷണം. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ 1ാമത്തെ ചോദ്യം മാദാ യുഫല്ലിലു ഫരീദുൻ ഫിൽ അഷാ. ഫരീദിന് രാത്രി ഭക്ഷണം എന്താണ് ഇഷ്ടപ്പെടുന്നത്? ഉത്തരം യുഫദ്ദിലുൽ ഖുബ്സ വൽ ലഹം.
ബ്രെഡും മാംസവും. 2. മാദാ യുഫദ്ദിലു യൂനുസു ഫിൽ അഷാ. യൂനുസ് രാത്രി ഭക്ഷണം എന്താണ് ഇഷ്ടപ്പെടുന്നത്? ഉത്തരം യുഫദ്ദിലുൽ ഖുബ്സ വസ്സമക്. ഉത്തരം ബ്രെഡും മത്സ്യവുമാണ് ഇഷ്ടം. 3. മാദാ യതനാവലു ഫരീദുൻ ഫിൽ ഗദാ. അതായത് ഫരീദ് ഉച്ചഭക്ഷണം എന്താണ് കഴിക്കുന്നത്? യതനാവലുൽ അറുസ്സ വസ്സമക്. ഊണും മത്സ്യവുമാണ് കഴിക്കുന്നത്. 4. മാദാ യതനാവലു ഫരീദുൻ ഫിൽ ഫതൂർ. ഫരീദ് പ്രഭാത ഭക്ഷണമായി എന്താണ് കഴിക്കുന്നത്? ഉത്തരം യതകവ്വനു മിന ശാഇ ബിൽ ഹലീബി വൽ ഖുബ്സി വൽ അസൽ. ഉത്തരം പാൽ ചായയും പിന്നെ ബ്രെഡും തേനുമാണ് കഴിക്കുന്നത്. 5. കം വജ്ബത്തൻ യതനാവലു യൂനുസ്. യൂനുസ് എത്ര ഭക്ഷണമാണ് കഴിക്കുന്നത്? ഉത്തരം യതനാവലു സലാസു വജബാത്ത്. ഉത്തരം 3 മുന്തിയ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. 6. ഇലാ അയ്യി മത്അമിൻ യദ്ഹബു യൂനുസു വ ഫരീദ്. ഏത് റെസ്റ്റോറൻറ്റിലേക്കാണ് യൂനുസും ഫരീദും പോകുന്നത്? ഉത്തരം യദ്ഹബു ഇലൽ മത്അമുൽ ഖലീജ്. ഖലീജ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. തദ്രീബാത്തിൽ 3-ാമത്തെ പ്രവർത്തനം നക്തുബു കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ ബാക്കിയുള്ളത് എഴുതണം. 1. ഹയ്യാ നദ്ഹബു ഇലൽ മത്അം. ഇവിടെ ബ്രാക്കറ്റിൽ അൽ മസ്ജിദ്, അൽ ബൈത്ത്, അൽ മദ്രസ, അസ്സൂഖ് ഇങ്ങനെ 4 ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നു. ഹയ്യാ നദ്ഹബു ഇലൽ മത്അം. അവിടെ മത്അം എന്നതിന് പകരം ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന 4 വാക്കുകൾ ചേർക്കണം. അങ്ങനെ ചേർത്ത് ആ കൊടുത്തിരിക്കുന്ന വരികളിൽ എഴുതണം. അപ്പോൾ നമുക്ക് എഴുതാം ഹയ്യാ നദ്ഹബു ഇലൽ മസ്ജിദ്. വരൂ നമുക്ക് മസ്ജിദിലേക്ക് പോകാം. അടുത്തത് ഹയ്യാ നദ്ഹബു ഇലൽ ബൈത്ത്. വരൂ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഹയ്യാ നദ്ഹബു ഇലൽ മദ്രസ. വരൂ നമുക്ക് മദ്രസയിലേക്ക് പോകാം. ഹയ്യാ നദ്ഹബു ഇലൽ സൂഖ്. വരൂ നമുക്ക് അങ്ങാടിയിലേക്ക് പോകാം. ഇനി 2-ാമത്തത് മത്അമുൽ ഖലീജ്. ഖലീജ് റെസ്റ്റോറൻറ്റ്. ഖലീജ് എന്നതിന് പകരം ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന അർ റഹ്മ, അൽ മദീന, അൽ മലൈബാർ ഈ വാക്കുകൾ ചേർക്കണം. ചേർത്ത് ആ കൊടുത്തിരിക്കുന്ന വരികളിൽ എഴുതണം. മത്അമുർ റഹ്മ, മത്അമുൽ മദീന, മത്അമുൽ മലൈബാർ. ഇനി 3-ാമത്തത് മാസാ തുഫല്ലിലു. ഉഫല്ലിലുൽ ഖുബ്സ വൽ ലഹം. ഇവിടെ ഉഫല്ലിലുൽ ഖുബ്സ വൽ ലഹം എന്നതിന് പകരം ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ചേർക്കണം. അത് ചേർത്ത് ആ കൊടുത്തിരിക്കുന്ന വരികളിൽ എഴുതണം. അപ്പോൾ നോക്കൂ, മാസാ തുഫല്ലിലു. ഉഫല്ലിലുൽ ഖുബ്സ വസ്സമക്. മാസാ തുഫല്ലിലു. ഉഫല്ലിലുൽ അർസ വസ്സമക്. അടുത്തത് മാസാ തുഫല്ലിലു. ഉഫല്ലിലു ഷായ ബിൽ ഹലീബ്. അടുത്തത് മാസാ തുഫല്ലിലു. ഉഫല്ലിലുൽ ഖുബ്സ വൽ മുറബ്ബ. അടുത്തത് മാസാ തുഫല്ലിലു. ഉഫല്ലിലുൽ ഖുബ്സ വൽ ബൈൽ. ഇനി 4-ാമത്തത് മാസാ തതനാവലു. അതനാവലുൽ അറുസ്സ വൽ ഖുലാർ. അവിടെ അതനാവലുൽ അറുസ്സ വൽ ഖുലാർ എന്നതിന് പകരം ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ചേർക്കണം. അപ്പോൾ നോക്കൂ, മാസാ തതനാവലു. അതനാവലുൽ ഖുബ്സ വൽ ഫൂൽ. അടുത്തത് മാസാ തതനാവലു. അതനാവലുൽ ഖുബ്സ വൽ ബൈൽ. അടുത്തത് മാസാ തതനാവലു. അതനാവലുൽ ഖുബ്സ വൽ ലഹം. അടുത്തത് മാസാ തതനാവലു. അതനാവലുൽ അറുസ്സ വസ്സമക്. തദ്രീബാത്തിൽ 4-ാമത്തെ പ്രവർത്തനം നുഇദ് ഹിവാറൻ ജറ ബൈന നൗഫലിൻ വ അയ്യൂബ്. ഈ പാഠത്തിൽ പഠിച്ച സംഭാഷണം പോലെ നൗഫൽ, അയ്യൂബ് ഇവ 2 പേർക്കും ഇടയിലുള്ള സംഭാഷണം നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. നൗഫൽ: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അയ്യൂബ്: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൗഫൽ: ഇലാ ഐന അൻത. നീ എവിടെ പോകുന്നു? അയ്യൂബ്: അന ഇല സൂഖ്. ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നു. നൗഫൽ: ലിമാദാ തദ്ഹബു ഇല സൂഖ്.
നീ എന്തിനാണ് മാർക്കറ്റിൽ പോകുന്നത്? അയ്യൂബ് അദ്ഹബു ലി അഷ്തരിൽ ഖൽറവാത്തി വൽ ഫവാക്കിഹ് ഇലാ ഐന അൻത. ഞാൻ പച്ചക്കറികളും ഫ്രൂട്ട്സും വാങ്ങാനാണ് പോകുന്നത്. നീ എവിടേക്കാണ് പോകുന്നത്? നൗഫൽ അന ഇലൽ മുസ്തഷ്ഫ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അയ്യൂബ് മാദാ അസാബക. നിനക്ക് എന്തു പറ്റി? നൗഫൽ അബി മരീലുൻ ബിൽ ഹുമ്മ വസ്സുആൽ. എൻ്റെ ഉപ്പയ്ക്ക് പനിയും ചുമയുമാണ്. അയ്യൂബ് മാഷാ അല്ലാ അല്ലാഹുമ്മ ഇഷ്ഫി. മാഷാ അല്ലാ അല്ലാഹു രോഗം ഷിഫയാക്കട്ടെ. നൗഫൽ ശുക്രൻ മഅസ്സലാമ. നന്ദി, ബൈ. അയ്യൂബ് ഇലൽ ലിഖാ. പിന്നെ കാണാം. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.